അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഗ്രിൽഡ് ചിക്കൻ്റെതാണ്. ഓവണൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ട് എടുക്കുക, സ്കിന്നില്ലാതെ എടുക്കുക. ഞാനിപ്പോൾ സ്കിന്നില്ലാതെയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചിക്കനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കണം. ഒരു 4 പച്ചമുളക് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് അരച്ചതാണ്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ച് തന്നെ ചേർത്ത് കൊടുക്കണം ചിക്കനിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് പുളിക്കായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് വേണം. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം ആക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ചിക്കൻ്റെ ഉള്ളിലൊക്കെ ആവുന്ന വിധത്തിൽ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മേലേക്കായിട്ട്. എന്നിട്ട് ഇത് ഒരു 2 മണിക്കൂർ അടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ വെച്ചാൽ ചിക്കനിൽ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കും. ഇപ്പോൾ ചിക്കൻ 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ അതിൻ്റെ ആ തണുപ്പൊന്ന് വിടാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് ശേഷം ഞാൻ ഓവൺ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലെങ്കിൽ ഓയിലായാലും മതി. ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ പാനിൽ ചെയ്യുന്ന കാരണം ഒന്നില്ലെങ്കിൽ ഓയിലോ ബട്ടറോ വേണം. ഓവനിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ബട്ടർ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 4 പീസ് ചിക്കനും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചിക്കനിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെയാണ് ചിക്കൻ വേവേണ്ടത്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം മൂടി വെച്ചിട്ട് തന്നെ. ഈ വെള്ളമൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയി വറ്റി വരും. ഇങ്ങനെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് 2 സൈഡും ഒരു ചെറിയ ഡാർക്ക് കളർ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനിലുള്ള ആ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ നല്ല കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല പാകമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഓരോ ചിക്കൻ്റെ വേവിനനുസരിച്ച് മൂടി വെച്ചിട്ട് ആദ്യത്തിൽ ഒരു 10 മിനിറ്റ് വേവിച്ച ശേഷം പിന്നീട് 5 മിനിറ്റ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക. എന്നിട്ട് ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് ഡാർക്ക് കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഓവണില്ലാതെ ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.